Praise the Lord, and a very good morning to every one of you that is worshiping together with us as a church. ദൈവത്തിന് മഹത്വം. ഒരു സഭയായിക്കൊണ്ട് ഞങ്ങളോട് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഏവർക്കും ഇന്ന് സുപ്രഭാതം. What a wonderful time of worship and what a wonderful time of ministering that Pastor Jijo brought forth. We're just so blessed by the presence of God. എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ആരാധന സമയം, അതോടൊപ്പം തന്നെ ഒരു മിനിസ്ട്രിംഗ് ടൈമും നമുക്ക് പാസ്റ്റർ ജോ തന്നു. ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. These weeks the Lord has been speaking to our heart about having a culture as a church of walking in love. ഈ ആഴ്ച സഭയായിക്കൊണ്ട് ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എപ്രകാരം സ്നേഹത്തിൽ നടക്കുന്നതായിട്ടുള്ള ഒരു ദൈവിക സംസ്കാരം നമുക്കുണ്ടാകണമെന്നതിനെ കുറിച്ച്. We saw in the previous weeks that true love is not a feeling, that it is the nature of God that comes into our lives and transforms our nature. നാം കഴിഞ്ഞ ആഴ്ചയിൽ കാണുകയുണ്ടായി, യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അത് ഒരു പ്രവൃത്തിയല്ല, എന്നാൽ അത് ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം നമ്മളിൽ നിന്ന് ഉള്ളതാകുന്നു എന്ന് നാം കാണുന്നു. We saw about the different stages of love when people begin to walk with one another. Initially there's an acquaintance, there's an excitement, and then the problems set in, and then God wants us to come to a place of maturing in love. നാം സ്നേഹത്തിൽ നടക്കുന്നതിനായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളെക്കുറിച്ച് നാം കാണുകയുണ്ടായി. നാം സ്നേഹത്തിൽ തുടങ്ങുകയും അതിനുശേഷം നാം പക്വത പ്രാപിച്ച് നാം പ്രശ്നങ്ങളിൽ നിന്ന് മുന്നേറി നാം ദൈവത്തോടൊപ്പം നടക്കുന്നതായിട്ടുള്ള പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം നാം കാണുകയുണ്ടായി. Last week we saw that love has to be practical, how God wants us to practically love one another. കഴിഞ്ഞ ആഴ്ച നാം കാണുകയുണ്ടായി പ്രായോഗികമായിട്ട് നമുക്ക് എങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നടക്കാമെന്നുള്ളതിനെക്കുറിച്ച്. Today I want to take it a little deeper, and I want us to establish a scripture. I want us to look together at 1 John chapter 3 and verse 18. ഇന്ന് ഇതിനെ അല്പം കൂടെ ഈ വിഷയത്തിൽ ആഴത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 18 വാക്യത്തിലേക്ക് നാം ശ്രദ്ധിക്കാം. 1 John chapter 3 and verse 18. 1 യോഹന്നാൻ 3 അധ്യായത്തിൻ്റെതായിട്ടുള്ള 18 വാക്യം. The Bible says, "Little children, let us not love with word or with tongue, but in deed and in truth." കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. Let us not just love with our words, but in deed and in truth, actions and truth. നമ്മുടേതായിട്ടുള്ള വാക്കുകളിലല്ല നാം സ്നേഹിക്കേണ്ടത്, എന്നാൽ നമ്മുടേതായിട്ടുള്ള പ്രവൃത്തിയിലും സത്യത്തിലും. You know, the Bible, Jesus was sharing the story in the Gospel of Matthew when he was saying, you know, to my left all of you that are goat, and to my right those that are sheep. He separated the different people. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നതായിട്ടുള്ളത് നമുക്ക് അറിയാം. ഇടതുവശത്ത് ആടുകളും കോലാടുകളും വലതുവശത്ത് ചെമ്മരിയാടുകളും എന്ന് പറയുന്നു. When he did that, he said, I was hungry, you didn't feed me. I was thirsty, you didn't give me drink. I was in prison, you didn't care for me. ആ സമയത്ത് യേശു പറയുകയാകുന്നു, എനിക്ക് വിശന്നിരുന്നപ്പോൾ നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ തടവിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. And they asked him, when did we see you in this condition? അപ്പോൾ അവർ ചോദിക്കുകയാണ്, താങ്കളെ എപ്പോഴാണ് ഞങ്ങൾ ഈ അവസ്ഥയിൽ കണ്ടത്? And Jesus said, when you did not do it for the least of the brethren, you did not do it for me. സഹോദരന്മാരിൽ എളിയവന് നിങ്ങൾ അത് ചെയ്യാതിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് അത് ചെയ്തില്ല. The Lord is redefining our Christian walk and saying, when we don't do things for the least of the brethren, we are not doing it for Jesus. യേശു ക്രിസ്തു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വീണ്ടും നിർവചിക്കുകയാകുന്നു. എളിയവനായിട്ടുള്ള സഹോദരന് വേണ്ടി നാം അത് ചെയ്യാതിരിക്കുമ്പോൾ നാം ക്രിസ്തുവിന് അത് ചെയ്യാതിരിക്കുന്നത് പോലെയാകും. Which means when we are not available to love God's people, to serve the church, when we are not available to serve the lost, the Lord is saying, you're not available to love me. നഷ്ടമായിരിക്കുന്ന വ്യക്തികളെ ശുശ്രൂഷിക്കുവാൻ നിങ്ങളുടെ ലഭ്യത ഇല്ല എങ്കിൽ, സഭയിലെ എളിയവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നിങ്ങളുടെ ലഭ്യത ഇല്ല എങ്കിൽ, യേശു പറയുകയാകുന്നു, നിങ്ങൾ ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല. Many of us are saying we love Jesus, but we're not available to serve. And the Lord is saying love has to be expressed in serving. നമ്മിൽ പലരും പറയുന്നു, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, എന്നാൽ യേശു പറയുകയാകുന്നു, നിങ്ങൾ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ ലഭ്യത ഇല്ലായല്ലോ, എന്നാൽ നാം സ്നേഹിക്കുന്നത് അത് പ്രവൃത്തിയിലാകേണ്ടതാണ്. Bible says, many of us tell people, you keep warm, stay well fed, have a good time.
but we don't do anything to help them. വചനം ഇങ്ങനെ പറയും, നാം പലപ്പോഴും വ്യക്തികളോട് പറയുന്നു, നീ നല്ല രീതിയിൽ ആയിരിക്കുക, സുഖത്തോടു കൂടി ആയിരിക്കുക, എന്നാൽ നാം വ്യക്തികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. Love has a journey in our heart. സ്നേഹത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു യാത്രയുണ്ട്. And all of us do that journey in our lives. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആ യാത്ര ചെയ്യുന്നു. In 1 John 3:18 there are 3 words used. Let love not be in words, and that's where it starts, words. അവിടെ 1 യോഹന്നാന്റെ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ 3 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുകയാകുന്നു. അവിടെ വാക്കിനാലും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് തുടങ്ങുന്നത്, വാക്കുകളിൽ. When we come to the Lord, one of the first things that happens to us when we come to a church is we begin to hear people's conversation and we learn the lingo. നാം ക്രിസ്തുവിൽ വരുമ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തികളുടേതായിട്ടുള്ള സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ വാക്കുകൾ കേട്ട് നമുക്ക് ആ പദപ്രയോഗമൊക്കെ പരിചയമായി. After some time, I love you brother, I love you sister, praise the Lord, it becomes so common to us. അല്പസമയത്തിന് ശേഷം നമുക്ക് ഞാൻ സഹോദര താങ്കളെ സ്നേഹിക്കുന്നു, സഹോദരി താങ്കളെ സ്നേഹിക്കുന്നു, ദൈവത്തിന് മഹത്വം, ഈ വാക്കുകളെല്ലാം വളരെ പരിചിതമായിരിക്കും. That's a great place to start. അത് തീർച്ചയായും തുടങ്ങുവാൻ നല്ല സ്ഥലമാണ്. Imagine even if words were not there, that would have been a terrible place. നിങ്ങൾ ചിന്തിച്ചാട്ടെ, വാക്കുകളും ഇല്ലായിരുന്നെങ്കിൽ അത് വളരെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യമായി. But the first place to start itself is with our words, and that's where God wants us to do the journey. എന്നാൽ ദൈവം നമ്മളോട് ആ യാത്ര തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത് വാക്കുകളുടേതായിട്ടുള്ള ആ സ്ഥാനത്ത് തന്നെ ആകുന്നു. But if we claim to love people because the Lord wants us to walk in love, if we claim to love people and we won't lift a little finger to help those people, then we are not progressing in the journey of love. നാം വ്യക്തികളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ നമ്മുടേതായിട്ടുള്ള ഒരു ചെറുവിരൽ പോലും അവരെ സഹായിക്കുവാനായിട്ട് നാം അനക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ ആ സ്നേഹയാത്രയിൽ നാം മുന്നേറുന്നില്ല. So the Bible says we must not love merely with words, but we need to now move on to action. അപ്പോൾ തിരുവചനം പറയുന്നത് നാം നാവിനാലും വാക്കിനാലും മാത്രമല്ല സ്നേഹിക്കേണ്ടത്, എന്നാൽ നാം പ്രവൃത്തിയിൽ സ്നേഹിച്ചുകൊണ്ട് മുന്നേറണം. So the second journey from words, we journey to begin to do actions, things we would never do before, we begin to do in action now. നാം മുമ്പ് സ്നേഹത്തിൽ പ്രവൃത്തിയിൽ ചെയ്യാതിരുന്ന കാര്യങ്ങളെല്ലാം നാം ഇപ്പോൾ ദൈവത്തെ സ്നേഹിച്ചു നടക്കുന്നത് കൊണ്ട് നാം അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയാണ്. Now before we would be maybe a temperamental or an angry person or whatever, before we would just shout and scream, but now we are holding it inside our heart and we are saying praise the Lord. നാം മുമ്പ് ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം, എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിൽ വന്നപ്പോഴത്തേക്കും അത് എങ്ങനെയെങ്കിലും ഹൃദയത്തിൽ നിർത്തി നാം ഇങ്ങനെ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മഹത്വം എന്ന് പറയാൻ പഠിക്കുകയാണ്. So we have moved from not knowing what love is into place of words, and we've moved from there now into actions, holding back what would have been a natural nature and now begin to demonstrate action. അതുകൊണ്ട് ഈ സ്നേഹയാത്രയിൽ നാം സ്നേഹം എന്തെന്നറിയാത്ത സ്ഥാനത്ത് നിന്ന് സ്നേഹം വാക്കിനാൽ പ്രകടിപ്പിക്കുന്നിടത്ത് തുടങ്ങി അതിനുശേഷം സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ദൈവികമല്ലാത്ത പ്രതികരണത്തെ തടുത്ത് നാം വാക്കുകൾ കൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്ന സ്ഥാനത്തെത്തിയിരിക്കുന്നു. Before we may have been very private people, and we don't want to go out and meet people and help people or do anything for people, but now the love is becoming action because we read God's word and something is telling us we need to do what is counterculture in our life. മുമ്പ് നാം സ്വകാര്യ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നിരിക്കാം, ആർക്ക് എന്ത് ആവശ്യം വന്നു കഴിഞ്ഞാലും ഒന്നും അങ്ങനെ പോയി സഹായിക്കാത്ത ഒരു വ്യക്തിയായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ നാം ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ആ സ്വകാര്യ ജീവിതത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ ഹിതപ്രകാരം സംസ്കാരത്തിന് വിരുദ്ധമായി തന്നെ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ നാം തയ്യാറെടുക്കുക. Maybe before we grew up without much money, and so we were very selfish with our money, and now we've come to Jesus and we saw the word of God telling us, give and it shall be given, pressed down, shaken together. നാം ഇപ്പോൾ അല്ലെങ്കിൽ വളർന്നു വന്ന സമയത്ത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരു സമൃദ്ധിയിലല്ലാതെ ജീവിച്ചതുകൊണ്ട് നാം സ്വാർത്ഥമായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ കൊടുക്കുവാൻ മടിയുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. എന്നാൽ ക്രിസ്തുവിൽ വന്ന് ദൈവവചനം കാണുമ്പോൾ നീ കൊടുപ്പീൻ എന്നാൽ നിനക്ക് ലഭിക്കും എന്ന് കാണുകയും നീ അമർത്തി കുലുക്കി കൊടുക്കുന്നത് പോലെ നിന്റെ മടിയിലേക്ക് ലഭിക്കും എന്നുള്ള വാക്ക് കാണുമ്പോൾ നാം കൊടുക്കുവാൻ തുടങ്ങുന്നവരായി മാറുന്നു. That is not natural for us, that is not who we are, but we are now moving from words into action when we are sowing because we saw the word of God. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല, എന്നാൽ നാം ദൈവത്തിന്റെ വചനത്തിൽ നാം അത് കണ്ടിരിക്കുന്നത് കൊണ്ട് അതനുസരിച്ച് ലോക സംസ്കാരത്തിന് വിരുദ്ധമായിട്ട് നാം ദൈവഹിതം അനുസരിച്ച് നാം മുന്നേറുകയാണ്. God is calling every
one of us to walk in love in action. ദൈവം നമ്മെ എല്ലാവരെയും ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ നടക്കുവാൻ വിളിക്കുന്നു. This is what we saw last week. ഇതാകുന്നു കഴിഞ്ഞ ആഴ്ച നാം കണ്ടത്. Practically how to love. എപ്രകാരം പ്രായോഗികമായി സ്നേഹിക്കുവാൻ എടുക്കേണ്ട ചുവടുകൾ. But actions can come even if we don't love. എന്നാൽ നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ പോലും പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയും. But we can never truly love without action. എന്നാൽ യഥാർത്ഥത്തിൽ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അത് പ്രവൃത്തികളില്ലാതെ കഴിയുകയും. Many times we can act like we love, so actions without love is possible. പല സമയത്തും നമുക്ക് പ്രവൃത്തികൾ ഇല്ലാതെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും, അതുകൊണ്ട് പ്രവൃത്തി ഇല്ലാതെ സ്നേഹിക്കുവാൻ കഴിയും. But it is not possible to have love without acting on it. എന്നാൽ സ്നേഹമുണ്ടായിട്ട് അതിനുള്ള പ്രവൃത്തികൾ ഇല്ലാതെ മുന്നേറുവാൻ കഴിയുകയില്ല. So when God wants us to do this journey, it begins with our words, transforming our words into words of love. അപ്പോൾ ഈ സ്നേഹത്തിന്റെ യാത്രയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം ആദ്യം നമ്മുടെ വാക്കുകളെ മാറ്റി സ്നേഹത്തിന്റെ വാക്കുകളായി മാറ്റുന്നു. Then the Lord says, no, that's not enough. I want you now to begin to take action and begin to love people actively. അതിനുശേഷം ദൈവം പറയുകയാകുന്നു, അതുപോരാ, ഇനിയും സജീവമായിട്ട് സ്നേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ വ്യക്തികളെ സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we saw that last week, how the Lord spoke to us about practical love by being in fellowship, praying for people, encouraging one another, serving people, different ways, living in harmony. അത് കഴിഞ്ഞ ആഴ്ച നാം കാണുകയുണ്ടായി. എപ്രകാരം വ്യക്തികളെ സ്നേഹിക്കുന്നതിനുള്ള പ്രായോഗിക വഴികളെക്കുറിച്ച് നാം വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സൗഹൃദത്തിൽ ജീവിക്കുകയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചുവടുകൾ നാം If you കണ്ടു. missed that message, get on YouTube, listen to the messages that are there on our church channel, and it will really help you grow in love. നിങ്ങൾ ആ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചേർച്ചിന്റെ യൂട്യൂബ് ചാനലിൽ കയറി ആ മെസ്സേജ് നിങ്ങൾ കേൾക്കുക, നിങ്ങളെ അനുഗ്രഹിക്കും. But God now wants us to move from words and move beyond just actions, but He wants to bring about something called loving one another in truth. ഇന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ സ്നേഹയാത്രയിൽ വാക്കിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മുന്നേറി അവിടെ നിന്ന് അന്യോന്യം സത്യത്തിൽ സ്നേഹിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. The Bible brings a very interesting scripture. തിരുവചനം വളരെ ആശ്ചര്യകരമായിട്ടുള്ള ഒരു വേദവാക്യം ഇവിടെ കൊണ്ടുവരികയാണ്. Romans chapter 12 verse 9 says, let love be without hypocrisy. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. When I was reading, 1 John 3:18, I was thinking, let love be in deed and truth. What does it mean to love in truth? 1 യോഹന്നാന്റെ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഞാൻ വായിച്ചപ്പോൾ സ്നേഹം വാക്കിനാലും നാവിനാലും മാത്രമല്ല പ്രവൃത്തിയിലും സത്യത്തിലുമായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ സത്യത്തിലുള്ള സ്നേഹം എന്ന് ഞാൻ ചിന്തിച്ചു. How do we love in truth? എങ്ങനെ നമുക്ക് സത്യത്തിൽ സ്നേഹിക്കുവാൻ കഴിയും? The Bible qualifies how to love in truth. തിരുവചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് വിശദീകരിച്ച് തരികയാണ് എങ്ങനെയാകുന്നു ഈ സത്യത്തിൽ സ്നേഹിക്കുക എന്നുള്ളത്. That's why Romans 12 verse 9 says, let love be without hypocrisy. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. Hypocrisy is when I say, I love God, but I can't forgive you. ഈ വ്യാജമാകുക എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുകയും എനിക്ക് നിന്നെ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. When we say I love God, but you know what, I don't want to be involved in any of your lives. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് യാതൊരു രീതിയിലും ഇടപെടാൻ താല്പര്യമില്ല. This is where the Lord is coming and telling, I want your heart to be open to the fact that God wants us to love without hypocrisy. നിങ്ങളുടേതായിട്ടുള്ള ഹൃദയം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറയുന്നത് സ്നേഹം നിർവ്യാജമായിരിക്കണം. Abhor what is evil. What is loving the truth, loving in truth, hating what is evil, which means when we see evil in our heart and love not flowing, we need to hate that evil and say, God, I want to love without hypocrisy. തീയതിനെ വെറുത്ത് കൊള്ളുവിൻ എന്ന് തിരുവചനം പറയുകയാകുന്നു. അപ്പോൾ തീയതിനെ അല്ലെങ്കിൽ ദൈവികമല്ലാത്തതിനെ വെറുക്കുന്നതായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ കുറിച്ച് അവിടെ പറയുകയാണ്. Bible goes on to say, be devoted to one another in brotherly love, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട്, giving preference to one another in honor, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ, not lagging behind in diligence,
ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ fervent in spirit, ആത്മാവിൽ എരിവുള്ളവരായി serving the Lord. കർത്താവിനെ സേവിപ്പി. Imagine what the Lord is speaking to us. Love without hypocrisy സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് ദൈവം പറയുകയാണ്. is to hate what is evil within our hearts. നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ തീയതിനെ വെറുക്കുവാനായി. Whenever we see hypocrisy in our heart, where we say one thing but we are not doing that, the Bible is saying we must hate that evil. എപ്പോഴെല്ലാം നാം ഒരു കാര്യം പറയുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ അപ്രകാരമുള്ള ആ വ്യാജമായിട്ടുള്ള തീയതായിട്ടുള്ള കാര്യങ്ങളെ വെറുക്കുവാനായിട്ട് തിരുവചനം പറയും. And hold on to what is good. നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. And give preference to one another in honor. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. Not standing behind in diligence, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ but fervent in spirit, ആത്മാവിൽ എരിവുള്ളവരായി serving the Lord. കർത്താവിനെ സേവിപ്പിൻ. That is love. അതാകുന്നു സ്നേഹം. When we walk in love, we hate evil. നാം ദൈവത്തിന്റെ സ്നേഹത്തിൽ നടക്കുമ്പോൾ നാം തീയതിനെ വെറുക്കുന്നു. We want to walk in truth, and therefore we say, no, I cannot be a hypocrite in my heart. നാം സത്യത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കപടഭക്തിക്കാരനാകുവാൻ കഴിയുകയില്ല എന്ന് നാം തീരുമാനിക്കുന്നു. Dear people in the church, ഇന്ന് സഭയിലുള്ള പ്രിയപ്പെട്ടവരെ, I have seen through these many years of serving God, many believers coming and telling me, he's a hypocrite, she's a hypocrite, they are hypocrites, you all are hypocrites. ഞാൻ ഇത്രയും കാലം ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാൻ പലർ വന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവനൊരു കപടഭക്തിക്കാരനാണ്, അവൾ ഒരു കപടഭക്തിക്കാരനാണ്, നീ ഒരു കപടഭക്തിക്കാരനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. But I have never till today heard anybody walk up to me and say, I've been searching my life and I feel I'm a big hypocrite. എന്നാൽ ഞാൻ ഇതുവരെ ആരും എൻ്റെ അടുക്കൽ വന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടില്ല. അതായത് ഞാൻ എൻ്റെ ജീവിതം ശോധന ചെയ്യുമ്പോൾ ഞാനൊരു വലിയ കപടഭക്തിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു. The fact is, when we are offended with others, we find everyone else to be hypocrites. നാം പലപ്പോഴും മറ്റുള്ളവരുമായി മുറിവേറ്റിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അവരെല്ലാം കപടഭക്തിക്കാരാണ് നാം ചിന്തിക്കുന്നു. But we don't find ourselves to be hypocrites because we feel we're genuine. എന്നാൽ നാം വളരെ യഥാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നാം ചിന്തിക്കുന്നത് കൊണ്ട് നമ്മളിലുള്ള ആ കപടഭക്തി പലപ്പോഴും നാം കാണുന്നില്ല. And we say, no, I'm really genuine. I show what I'm feeling. I'm a genuine person. ഞാൻ യഥാർത്ഥമായിട്ടുള്ളത് ഞാൻ പറയുകയാകുന്നു, എന്താകുന്നു എനിക്ക് തോന്നുന്നത് ഞാനത് പറയുന്നതേ ഉള്ളൂ. Genuine expressions of emotion can be hypocritical expressions of love. യഥാർത്ഥമായിട്ട് നമുക്ക് തോന്നുന്ന വൈകാരികമായുള്ള പ്രകടനം പോലും ചിലപ്പോൾ സ്നേഹത്തിൻ്റെതായിട്ടുള്ള കപടഭക്തിയിലുള്ള കപടമായിട്ടുള്ള പ്രകടനമാകാം. So therefore, before looking out for hypocrisy outside, let us look at the hypocrisy in our own heart. അതുകൊണ്ട് ഇന്നു മുതൽ പുറമേയുള്ള ആ കപടഭക്തി, കപടമായിട്ടുള്ള കാപട്യം നാം ശ്രദ്ധിക്കുന്നതിന് മുമ്പാകെ നമ്മുടെ അകത്തുള്ള കാപട്യം നമുക്ക് വേണമെങ്കിൽ Hate what is evil inside. തീയതിനെ വെറുത്തുകൊള്ളുവിൻ. Hold on to what is good. നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. Be devoted to brotherly love. ബഹുമാനിക്കുന്നതിൽ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട്. Give preference to one another. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. Not lacking in diligence. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ Fervent in spirit. ആത്മാവിൽ എരിവുള്ളവരായി Serving the Lord. കർത്താവിനെ സേവിപ്പിൻ. You see, this is what God wants us to do. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാകും. This means that genuine love cannot be hypocritical. ഇത് പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന് ഒരിക്കലും കപടഭക്തി കാണിക്കുവാൻ കഴിയുക. This is the journey God wants us to move into. ദൈവം നമ്മളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യാത്ര ഇതാകുന്നു. Every one of us has had a mask on. നമ്മിൽ എല്ലാവർക്കും ഒരു മുഖംമൂടിയുണ്ട്. We have all had levels of hypocrisy. നമ്മുടെ ജീവിതത്തിൽ കാപട്യത്തിന്റെ വിവിധമായിട്ടുള്ള തലങ്ങളുണ്ട്. And as the years go by and we work on our love, we actually begin to work on that evil hypocrisy in our heart. ഓരോ നിലവാരത്തിലും അല്ലെങ്കിൽ വർഷങ്ങൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മുടെ അകത്തുള്ള കാപട്യത്തിൽ നാം പ്രവർത്തിച്ച് അതിനെ ജയിക്കുവാൻ ശ്രമിക്കുന്നു. Hypocritical love is actually a counterfeit of God's genuine love. കാപട്യമുള്ളതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹത്തിന്റെ ഒരു തെറ്റായിട്ടുള്ള ഒരു പതിപ്പാകുന്നു. God's genuine love is while we were enemies of the cross, God loved us. ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നാം ക്രൂശിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ പോലും ദൈവം നമ്മെ സ്നേഹിച്ചു. And now the Lord is saying, a new commandment I give you, that you love
one another. ഇപ്പോൾ ക്രിസ്തു നമ്മോട് പറയുകയാകുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. That you love the Lord your God with all your heart and you love your neighbor as yourself. നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെ പോലെ സ്നേഹിക്കുകയും. So what does it mean to love in truth? അപ്പോൾ സത്യത്തിൽ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് അർത്ഥം? It is firstly loving others in obedience to the truth God is putting in our heart. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നതായിട്ടുള്ള സത്യത്തിനെ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാകുന്നു ആദ്യമായി I ശ്രദ്ധിക്കുക. want us to look at 1 Peter in chapter 1 verse 22 and 23. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 22ഉം 23ഉം വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ Oh, this is a powerful word. ഇത് വളരെ ശക്തമായിട്ടുള്ള ദൈവവാക്യങ്ങളാകുന്നു. What does it mean to walk in the love in truth? ദൈവത്തിൻ്റെതായിട്ടുള്ള സത്യത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താകുന്നു അതിന്റെ അർത്ഥം? 1 Peter 1:22 says, since you have in obedience to the truth purified your souls for a sincere love of the brethren, fervently love one another from your heart. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. This verse has three things in this verse. ഈ വാക്യത്തിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. Firstly, it is saying, since you have in obedience to the truth എന്നാൽ സത്യം അനുസരിക്കയാൽ purified your soul നിങ്ങളുടെ ഹൃദയത്തെ നിർമ്മലീകരിച്ചിരിക്കുന്നത് കൊണ്ട് for a sincere love. അന്യോന്യം ഉറ്റു സ്നേഹിക്കുവാനായി. Which means if sincere love has to come in our heart, we have to allow the word of God to expose our hypocrisy. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നിർവ്യാജമായിട്ടുള്ള സഹോദര പ്രീതി നമുക്ക് ഉണ്ടാകണമെങ്കിൽ ദൈവവചനം നമ്മളുടെ ഹൃദയത്തെ തുറന്നു കാണിക്കുവാനായിട്ട്, അതിനകത്തുള്ള കാപട്യം തുറന്നു കാണിക്കുവാനായിട്ട് നാം അനുവദിക്കേണ്ടിയിരിക്കുന്നു. You know, many times if others try to expose our hypocrisy, unless our heart is open, we will never be willing to receive that word from them because we are afraid to be hurt by them. പല സമയത്തും മറ്റുള്ളവർ നമ്മളുടെ അകത്തുള്ള കാപട്യം തുറന്നു കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിന് തയ്യാറെടുപ്പില്ല എങ്കിൽ അവർ കാരണം മുറിവേൽക്കും എന്ന് ഭയന്നുകൊണ്ട് നാം അതിനെ അനുവദിക്കാറില്ല. And then when we hear what they're saying, we immediately feel they don't understand me. എന്നാൽ അവർ അത് പറയുന്നത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ നമുക്ക് തോന്നുന്നത് അവർ എന്നെ മനസ്സിലാക്കുന്നില്ല. In a married life, when love is without hypocrisy, when we allow people to speak into our life, our spouse to speak into our life, നമ്മളുടേതായിട്ടുള്ള വിവാഹ ജീവിതത്തിൽ അവിടെ സ്നേഹം നിർവ്യാജമായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മുടെ ജീവിതത്തിലേക്ക് സംസാരിക്കുവാൻ ഇടപെടുവാനായിട്ട് നാം അനുവദിക്കും. But many times when our spouse has to tell us anything, we don't like the tone, we don't like the way it was said, we don't like what was said, and we immediately begin to reject it because there is evil in our hearts many times that even though it didn't come with the right way, we were not willing to face something because our evil hates the truth. എന്നാൽ നമ്മുടെ ജീവിത പങ്കാളി അപ്രകാരം പറയുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ പറഞ്ഞ സ്വരം ശരിയല്ല, പറഞ്ഞ രീതി ശരിയല്ല എന്നെല്ലാം നാം ചിന്തിച്ചുകൊണ്ട് ആ പറഞ്ഞ കാര്യത്തെ ഫേസ് ചെയ്യുവാനായിട്ട് നാം തയ്യാറെടുക്കുന്നില്ല. കാരണം നമ്മുടെ അകമേ തീയതായിട്ടുള്ള ദൈവികമല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. When your parents or your pastor or people, leaders in the church would speak into our hearts, we don't want to receive that correction because there is evil in our heart and an evil hates the truth. നമ്മളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ പാസ്റ്റേഴ്സ്, നിങ്ങളുടെ മാതാപിതാക്കൾ അവരെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംസാരിക്കുമ്പോൾ, തിരുത്തുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം നമ്മളുടെ അകത്ത് ദൈവികമല്ലാത്ത അല്ലെങ്കിൽ തിന്മ ഉള്ളതുകൊണ്ട് അതിനെ സ്വീകരിക്കുവാൻ പലപ്പോഴും വ്യക്തികൾക്ക് കഴിയാറില്ല. So the only way I can walk out of hypocrisy is if I allow the Holy Spirit along with him to search my heart. അതുകൊണ്ട് ഈ കാപട്യത്തിൽ നിന്ന് അതിനെ ഞാൻ ജയിക്കണമെങ്കിൽ, അതിൽ നിന്ന് ഞാൻ മുന്നേറണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് കഴിയൂ. So what does this verse say? അപ്പോൾ ഈ വാക്യം എന്ത് പറയുന്നു? Since you have in obedience to the truth. എന്നാൽ നിങ്ങൾ സത്യം അനുസരിക്കയാൽ, which means there was an active effort on our part to desire that I want to obey the truth. I really want to obey the truth. There's an active effort. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് സത്യം അനുസരിക്കണം, സത്യം അനുസരിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള സജീവമായിട്ടുള്ള ആഗ്രഹവും പ്രവൃത്തിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. Because of that,
I want to search my heart now, whether it hurts me or offends me with what people say. That doesn't matter. What matters to me is, am I open to be obedient to the truth, to deal with my hypocrisy? അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ഞാൻ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു, ശോധന ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് വ്യക്തികൾ എന്നോട് പറയുന്നത് എനിക്ക് മുറിവേറ്റാലും ശരി ഇല്ലെങ്കിലും ശരി ദൈവവചനത്തിന്റെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് ചെയ്തേ മതിയാകും. Do we allow the word of God to search our heart? ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ, ഹൃദയത്തെ തിരയുവാൻ നാം അനുവദിക്കുന്നു. Do we allow people to speak into our heart? വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംസാരിക്കുവാൻ നമ്മൾ അനുവദിക്കുന്നു. Or are we so offended or emotionally so sensitive that we don't know how to walk in love? അതോ നമ്മൾ വൈകാരികമായിട്ട് വളരെ ലോല ഹൃദയമുള്ള വ്യക്തികളായി എന്ത് പറഞ്ഞാലും വേദനിക്കുന്ന നിലവാരത്തിലാണ്. So what does the Bible say? It says, purified your soul. How? By obedience to the truth, you purified your soul. നമ്മുടേതായിട്ടുള്ള അനുസരണ കാരണം, സത്യത്തെ അനുസരിക്കുമ്പോൾ നാം നമ്മുടെ ആത്മാവിനെ നിർമ്മലീകരിക്കുകയാണ്. So for a sincere love of the brethren. അത് ഈ നിർവ്യാജമായിട്ടുള്ള സഹോദര പ്രീതിക്കായി. So to reach a place of sincere love for the brethren, the Bible says, because we love the truth, we have been now working on purifying our soul. അപ്പോൾ നിർവ്യാജമായിട്ടുള്ള സഹോദര പ്രീതിക്കായിട്ട് നാം ആഗ്രഹിക്കുന്നത് കൊണ്ട്, നാം സത്യത്തിൽ അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ഹൃദയത്തെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കും. Which means purifying the soul means we are purifying our thoughts, our emotions, our will, by looking at it, God's word, and removing evil from our will, from our thoughts and our emotions. നമ്മുടെ ദേഹിയെ നാം നിർമ്മലീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ മനസ്സുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഇച്ഛ ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവുണ്ട്, അല്ലെങ്കിൽ വികാരങ്ങളുണ്ട്. ഇവയെ എല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നിർമ്മലീകരിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. So the first way in which we walk in truth is by purifying our soul with the word of God, loving God's word, saying, God, I want to go after against that evil in my heart. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സത്യത്തിൽ നാം അനുസരിച്ചുകൊണ്ട്, നാം ആ തിന്മയ്ക്ക് എതിരായി നമ്മുടെ ഹൃദയത്തെയും ആത്മാവിനെയും ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാകുന്നു ആദ്യത്തെ ചുവട്. A second way of walking in truth, ദൈവത്തിന്റെ സത്യത്തിൽ നടക്കുന്ന രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, I want to look at a scripture in 2 John chapter 1 verse 1. 2 യോഹന്നാൻ 1 അധ്യായത്തിന്റെ 1 വാക്യം, The elder to the chosen lady and her children, whom I love in truth. എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികമാർക്കും മക്കൾക്കും മൂപ്പനായി ഞാൻ എഴുതുന്നത്. You see, he goes on, I love in truth, and not only I, but also all who know the truth. He's addressing this elder of the church and her children and saying, whom I really genuinely love her in truth. ഇങ്ങനെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികമാർക്കും മക്കൾക്കും മൂപ്പനായി ഞാൻ എഴുതുന്നത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനെ കുറിച്ചാകുന്നു. So he's talking about that now. He's talking the second aspect of loving in truth is when we love the people that are brethren in the body of Christ, that those that are following the truth of the scriptures. രണ്ടാമതായിട്ട് നാം ഈ സത്യത്തിൽ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെതായിട്ടുള്ള ശരീരത്തിൽ ഈ സത്യത്തെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം സ്നേഹിക്കുന്നതിനെ കുറിച്ചാകും. God is calling all of us to genuinely love fellow believers. ദൈവം അന്യോന്യം നമ്മുടേതായിട്ടുള്ള സഹോദരന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ വിളിക്കുന്നു. Every one of them that are walking in the truth. സത്യത്തിൽ നടക്കുന്ന ഓരോരുത്തരെയും തന്നെ we want to love them, those that are in the truth. ഈ സത്യത്തിൽ നടക്കുന്ന ഓരോരുത്തരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. That is another way of loving in truth. അത് സത്യത്തിൽ സ്നേഹിക്കുന്ന അടുത്തൊരു നിലവാരമാകുന്നു. 1 John chapter 3 verse 11 onwards says like this. 1 യോഹന്നാൻ 3 അധ്യായത്തിൻ്റെതായിട്ടുള്ള 11 വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു, For this is the message which you have heard from the beginning, that we should love one another. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. Not as Cain loved, ആ കായീൻ സ്നേഹിച്ചതുപോലെയല്ല, who was evil and he killed his brother. ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ. Why did he slay him? അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? Because his deeds were evil and his brother was righteous. തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതുമാകൊണ്ടത്രേ. So the Bible is saying we may be brothers, but we may say we love one another. Oh brother, praise the Lord. Sister, praise the Lord. Oh, we love everybody. Oh, so wonderful. But Cain murdered his brother
because his heart did not have love. തിരുവചനം പറയുന്നത് തീർച്ചയായിട്ടും നാം സഹോദരന്മാരായിരിക്കുമ്പോൾ തന്നെ ഇപ്രകാരമുള്ള നാം വാക്കുകൊണ്ട് പറയുമായിരിക്കാം ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതെല്ലാം, എന്നാൽ ഹൃദയത്തിൽ മറ്റു ചിന്തകൾ ഉണ്ടാകാം. ഇവിടെ കയീൻ തന്റെ സഹോദരനെ വധിക്കുവാൻ ഇടവന്നിരിക്കുന്നു. And the Bible says, don't be surprised, brethren, if the world hates you. ഈ ലോകം നിന്നെ പകച്ചാൽ നീ ഒരിക്കലും അതിൽ ഞെട്ടരുത്. And then it goes on to say, we know that we have passed from death to life because we love the brethren. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. And you see, this portion of scripture is talking about how God wants us to love the brethren. ഈ വേദഭാഗങ്ങളെല്ലാം സഹോദരന്മാരെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി ഊന്നൽ നൽകുകയാണ്. And it says, we know by this is what love is, that Jesus laid down his life for us. യേശുക്രിസ്തു തന്റെ ജീവനെ നമുക്ക് നൽകിയതിലൂടെ യഥാർത്ഥ സ്നേഹമെന്ന് നമുക്ക് മനസ്സിലാകും. We also learn to lay down our lives for one another. നാമും അപ്രകാരം അന്യോന്യം നമ്മുടെ ജീവനെ കൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ട്. With this context, John says, dear brethren, let us not love with words alone, but in deed. ഈ പശ്ചാത്തലത്തിൽ യോഹന്നാൻ പറയുകയാകുന്നു, നമുക്ക് വാക്കിനാലും നാവിനാലും മാത്രമല്ല, നമുക്ക് പ്രവൃത്തികളാലും സത്യത്തിലും സ്നേഹിക്കാം. We will know by this that we are of the truth. ഇതിൽ നമുക്ക് അറിയുവാൻ കഴിയുന്നു നാം സത്യത്തിൽ നിന്ന് ആകുന്നു എന്നുള്ളത്. Which means when we walk in love for those who love the truth, then we are of the truth. നാം സത്യത്തിൽ നടക്കുന്നവരെ സ്നേഹിക്കുമ്പോൾ നാമും സത്യത്തിൽ നിന്ന് തന്നെ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. Hallelujah. Let me say that again. When we love those who are walking in the truth, then we know. How is that? By serving them, by loving them, by genuinely caring for them. The Bible says, then we will know that we are actually in the truth. നാം സത്യത്തിൽ നടക്കുന്നവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ എപ്രകാരം അവർക്ക് വേണ്ടി കരുതിക്കൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി താല്പര്യപ്പെട്ടുകൊണ്ട് നാം ആയിരിക്കുമ്പോൾ, അവരെ ശുശ്രൂഷിക്കുമ്പോൾ നാമും സത്യത്തിൽ നടക്കുന്നു നമുക്ക് മനസ്സിലാകും. And verse 21 says, beloved, if our heart doesn't condemn us, we have confidence before God, and whatever we ask we receive from him, because we keep his commandments and do the things that are pleasing to him. 21-ാമത്തെ വാക്യം പറയുന്ന, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. And verse 23 says, this is his commandment. 23-ാമത്തെ വാക്യം പറയുന്നു, അവന്റെ കൽപ്പനയോ. Take a note of this. This is his commandment. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, അവന്റെ കൽപ്പനയോ, that we believe in his son Jesus അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും and love one another as he commanded us. അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണമെന്നുള്ളത്. Two major commandments. രണ്ട് പ്രധാന കൽപ്പനകൾ. Believe in Jesus യേശുവിൽ വിശ്വസിക്കുക, and love one another. നിങ്ങൾ അന്യോന്യം Let me സ്നേഹിക്കുക. say that again. Believe in Jesus യേശുവിൽ വിശ്വസിക്കുക, and love one another. അന്യോന്യം സ്നേഹിക്കുക. The Bible says this is his commandment. തിരുവചനം പറയുന്നു, ഇതാകുന്നു അവന്റെ കൽപ്പന. And when you do this, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ you have passed from death to life. നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് When വചനം you പറയുന്നു. do this, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ you have found eternal life. നിങ്ങൾ നിത്യജീവൻ കണ്ടിരിക്കുന്നു. When not only believing in Jesus, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുമ്പോഴല്ല, but in loving the people. എന്നാൽ വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ. Because the Bible says when you love them, then only you will know that you are truly in the truth. തിരുവചനം പറയുന്നത് നിങ്ങൾ വ്യക്തികളെ സ്നേഹിക്കുമ്പോൾ മാത്രമാകും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ സത്യത്തിൽ വസിക്കുന്നു എന്നുള്ളത്. So firstly we saw loving in truth is loving in obedience to the truth, purifying our heart, working on that, filling our heart with truth and loving others. അതുകൊണ്ട് നാം കാണുകയുണ്ടായ ആദ്യമായിട്ട് സത്യത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സത്യം കൊണ്ട് നിറയ്ക്കുകയും നാം മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് സത്യത്തിൽ നടക്കുകയും ചെയ്യുന്നതാകുന്നു. Secondly, we saw loving in truth is genuinely loving the people that are the followers of the truth. രണ്ടാമതായിട്ട് നാം കണ്ടു സത്യത്തിൽ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഈ സത്യത്തിൽ നടക്കുന്ന വ്യക്തികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിലൂടെ ആകുന്നു. Many times we withdraw from them. We don't want to go to church. We don't want to have anything to do with the believers. പല സമയത്തും നാം അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് പിന്മാറി പോകുന്നു. സഭയിൽ പോകുവാൻ താല്പര്യമില്ല, വിശ്വാസികളുമായി ഇടപെടാൻ താല്പര്യമില്ല. Oh, critical, bitter people. They say the churches are full of liars and hypocrites. വിമർശനവും അതോടൊപ്പം തന്നെ കയ്പിന്റെ അനുഭവമുള്ളവർ പലപ്പോഴും പറയുന്നു ഈ സഭയിൽ മുഴുവൻ വളരെ കപടഭക്തിക്കാരായിട്ടുള്ള ആൾക്കാരാകുന്നു. I want you to know that we're not walking in love and truth. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് സ്നേഹത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ നടക്കുന്നതായിട്ടുള്ള ഒരു അടയാളമല്ല.
മാത്രമല്ല. Thirdly, when we are loving in truth, മൂന്നാമതായിട്ട് നാം സത്യത്തിൽ സ്നേഹിക്കുമ്പോൾ 3 John chapter 1 verse 1 says, 3 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 1-ാം വാക്യം പറയുന്നു, the elder to the beloved Gaius, whom I love in truth. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. What is the context of this verse? ഇതിന്റെ ഈ വേദവാക്യത്തിന്റെ പശ്ചാത്തലം എന്താണ്? It is when we genuinely love, sincerely love those who are sacrificially carrying the gospel out into a lost world. ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലേക്ക് വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ സുവിശേഷത്തെ കൊണ്ടെത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ആത്മാർത്ഥമായി The സ്നേഹിക്കുമ്പോൾ truth is, we will put our money where our heart is. നമ്മുടെ ഹൃദയം എവിടെയാകുന്നുവോ അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ നിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ നാം നിക്ഷേപിക്കുന്നത്. And that is what the Apostle John is saying. My beloved Gaius, I love in truth. അതുകൊണ്ടാകുന്നു അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന്. Because, and I'm praying for you, Gaius, that you may prosper and be in good health, just as your soul prospers in everything. I really want you to be in good health. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീയും സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. I was so excited, Gaius, when the brethren came and told me the truth that you are walking in the truth. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. Because I have no greater joy, Gaius, than watching my children walk in truth. എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ള മറ്റൊരു സന്തോഷവും എനിക്കില്ല. And that you are faithful in everything you're doing for the brethren, and they testified how you loved them. നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. Gaius, I love you in the truth. ഗായസ്, ഞാൻ നിന്നെ സത്യത്തിൽ സ്നേഹിക്കുന്നു. Because you are loving the brethren that are carrying the gospel. You are genuinely loving them, those that I sent to you, and you took care of all their needs. I know that you are loving in truth. സുവിശേഷ പ്രവർത്തകരെ നീ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ നിന്റെ അടുക്കലേക്ക് ഞാൻ അയക്കുന്ന അതിഥികളെ നീ അവരെ ശുശ്രൂഷിക്കുന്നു. നീ നിന്റെ വിശ്വസ്തയിൽ നിന്നുകൊണ്ട് നിനക്ക് ചെയ്യുവാൻ കഴിയുന്നത് നീ നിശ്ചയമായും ചെയ്യുന്നു. You will do well to send them on their way in a manner worthy of God. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. Gaius, whom I love in truth. ഗായോസ്, നിന്നെ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്നു. You will do well when you take care of the preachers of the gospel in a manner that is worthy of God. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ അത് നന്നായിരിക്കും. For they went out for the sake of the name of Jesus. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. There we go. They took nothing from the Gentiles. അവർ ജാതികളിൽ നിന്ന് ഒന്നും വാങ്ങിയില്ല എന്ന് പറയുന്നു. Therefore, Gaius, whom I love in the truth, support such men so that we may be fellow workers with the truth. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകും. Thirdly, loving in truth is when we are fellow workers with the truth. മൂന്നാമതായിട്ട് നാം സത്യത്തിൽ സ്നേഹിക്കുന്നത് ഈ സത്യത്തിന്റെ കൂട്ടുവേലക്കാരായി മാറും. But there are others, who are not very happy about what is going on, and one of it is Diotrephes. എന്നാൽ മറ്റു ചിലരുണ്ട് ഈ കാര്യത്തിൽ വളരെ സന്തോഷിക്കുന്നുമില്ല. അത് ദിയോത്രഫസിൽ അപ്രകാരം ഒരുവനാകുന്നു. He was not happy with the people I sent, and he didn't take care of them. ഞാൻ അയച്ച വ്യക്തികളെ സംബന്ധിച്ച് അവന് വലിയ സന്തോഷമില്ലാഞ്ഞതിനാൽ അവൻ അവരെ ശരിയായ രീതിയിൽ സഹായിച്ചില്ല. And John is saying, don't imitate Diotrephes, who did not love the people I sent and did not take care of them in a manner worthy of God. അതുകൊണ്ട് നീ ദിയോത്രഫസിനെ ഒരിക്കലും അനുകരിക്കരുത്. ഞാൻ അയച്ചിരിക്കുന്ന വ്യക്തികളെ അവൻ സൽക്കരിക്കാതെ അവൻ ദൈവത്തിന് യോഗ്യമാവണ്ണം അവരെ പരിചരിച്ചില്ല. Because Diotrephes is doing what is evil by not supporting the gospel workers faithfully. വിശ്വസ്തയോടുകൂടെ ഈ സുവിശേഷ വേലയെ സഹായിക്കാതിരിക്കുമ്പോൾ ദിയോത്രഫസ് കാണിക്കുന്നത് അവിശ്വസ്തതയാകുന്നു, അല്ലെങ്കിൽ തിന്മയാകുന്നു. When we walk in truth, നാം സത്യത്തിൽ നടക്കുമ്പോൾ we walk with a passion to obey the word of God, and that sincere love comes because we are purifying our soul to love. നാം ദൈവവചനത്തിൻ്റെതായിട്ടുള്ള സത്യത്തിൽ നടക്കുകയും നമ്മെ തന്നെ നിർമ്മലീകരിച്ച് നമ്മുടെ ആത്മാവിനെ നിർമ്മലീകരിക്കുകയും ചെയ്യുന്നു. We love in truth when we genuinely love the body of Christ, serving them with all our heart, because that is not love just in words, that's just not love in a song, that's just not love in a message, that is love in action when we go out and serve people. നാം സത്യത്തിൽ സ്നേഹിക്കുന്നത് നാം
ക്രിസ്തുവിൻ്റെതായിട്ടുള്ള ശരീരത്തെ നാം നമുക്ക് ശുശ്രൂഷിക്കുമ്പോഴാകുന്നു അത് ഒരു വാക്കിനാലുള്ള ഒരു സ്നേഹമല്ല, എന്നാൽ സജീവമായിട്ടുള്ള പ്രവൃത്തികളിലൂടെയുള്ള സ്നേഹമാണ്. It is love in truth when we stand with the preaching of the gospel. We put our heart, we put our hands, and we put our money behind the preaching of the gospel. സുവിശേഷത്തിന്റെ ഘോഷണത്തിനായിട്ട് നാം കൂട്ടുവേലക്കാരായിരിക്കുമ്പോൾ അത് സത്യത്തിലുള്ള സ്നേഹമാകുന്നു. നാം നമ്മുടെ കരങ്ങളും നമ്മുടെ ധനവും നമുക്ക് ഏതെല്ലാം രീതിയിൽ അതിന് കൂട്ടുവേലക്കാരായിരിക്കുവാൻ കഴിയുന്നു അതെല്ലാം ചെയ്യുമ്പോൾ നാം സത്യത്തിൽ സ്നേഹിക്കുന്നു. True love is when we love one another സത്യസ്നേഹം എന്ന് പറയുന്നത് നാം അന്യോന്യം സ്നേഹിക്കുമ്പോഴാണ് with the love of God. ദൈവത്തിന്റെ സ്നേഹം മുഖാന്തരം. In fact, the Bible says തിരുവചനം പറയുന്നു in 1 John 3:14, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 13-ാം വാക്യം, verse 14, 14-ാം വാക്യം, we know that we have passed from death to life because we love the brethren. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. And greater love has no man than he lays his life down for the brethren. തന്റെ സഹോദരന് വേണ്ടി ജീവൻ വെച്ചതിനേക്കാൾ അധികമായി മറ്റൊരു സ്നേഹമില്ല. The Bible says that if we don't love, we have not known God. തിരുവചനം പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. Because if God has loved us, let us love one another. ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്കും അന്യോന്യം സ്നേഹിക്കാം. Peter backslid and went away from Jesus after the crucifixion. പത്രോസ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം പിന്മാറ്റത്തിൽ പോയി. Jesus came back to the seashore and called Peter and said, "What do you have in your hand? Fish. Bring some fish." യേശുക്രിസ്തു കടൽക്കരയിൽ വന്ന് പത്രോസിനോട് ചോദിക്കും, നിന്റെ കയ്യിൽ എന്തുണ്ട്? ആ മീൻ കൊണ്ടുവരിക. When he came with his fish, Jesus already was preparing some fish for Peter. പത്രോസ് അവന്റെ കയ്യിലുള്ളത് കൊണ്ടുവന്നപ്പോൾ യേശു പത്രോസിന് വേണ്ടി അവിടെ മീൻ ഒരുക്കിയിരുന്നു. And then asked him, Peter, "Do you love me more than these?" അതിനുശേഷം യേശു പത്രോസിനോട് ചോദിക്കുകയായിരുന്നു, അതായത് പത്രോസേ, നീ ഇതിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. You went out fishing to get some fish. നീ മീൻ ലഭിക്കുവാനായിട്ട് നീ മീൻപിടുത്തത്തിനായി പോയി. But I already have fish prepared for you. എന്നാൽ നിനക്ക് വേണ്ടി ഞാൻ മീൻ ഒരുക്കിയിരിക്കുന്നു. But do you love me more than this career of yours? എന്നാൽ നിന്റെ ഈ ജോലിയേക്കാൾ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. Do you love me more than the offenses you had? നിനക്കുള്ള ആ മനപ്രയാസങ്ങൾ അല്ലെങ്കിൽ ഇടർച്ച അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. Do you love me more than eros love, selfish love? സ്വാർത്ഥമായിട്ടുള്ള നിന്റെ സ്നേഹത്തെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. Do you love me more than filial love, friendship love? സൗഹൃദമായിട്ടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. And Peter said, "Lord, you know I love you." പത്രോസ് പറയുകയാകുന്നു, കർത്താവേ, അങ്ങ് അറിയുന്നു. Love in words. അത് വാക്കുകളുള്ള സ്നേഹമാണ്. Lord, you know I love you. കർത്താവെ, അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന്. Jesus said, അപ്പോൾ യേശു പറയുകയാണ്, "Then serve my people. അങ്ങനെയെങ്കിൽ എന്റെ ജനത്തെ ശുശ്രൂഷിക്കുക, Feed my sheep." എന്റെ ജനത്തെ നീ പാലിക്കുക. Jesus asked him a second time, "Do you really love me?" രണ്ടാമതായിട്ട് യേശു വീണ്ടും ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നു? "Lord, you know I love you." കർത്താവെ, അങ്ങ് അറിയുന്നല്ലോ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നുള്ളത്. "Then serve my people, feed my sheep." അങ്ങനെയെങ്കിൽ എന്റെ ആടുകളെ നീ മേയിക്കാം. And the third time he says, "Do you love me more than all of these?" മൂന്നാമതായിട്ട് യേശു ചോദിക്കുകയാണ്, ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു? Peter got offended and he said, "You know all things." പത്രോസ് തന്റെ മനസ്സിൽ മനപ്രയാസപ്പെട്ട താൻ പറയുകയാകുന്നു, യേശുവെ, അങ്ങേൾക്ക് എല്ലാം അറിയാം. And Jesus said, "Peter, feed my sheep." യേശു പറയുകയാകുന്നു, പത്രോസെ, നീ എന്റെ ആടുകളെ മേയിക്കുക. Greater love has no one than this, than he lays his life, gives up his life. തന്റെ സ്വന്തം ജീവനെ നൽകുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു സ്നേഹവുമില്ല. God is calling us to move away from just words. ദൈവം നമ്മെ വിളിക്കുന്നത് വാക്കുകളിൽ നിന്ന് മുന്നേറുവാനായിട്ടാകും. God wants us to move on from just actions. പ്രവൃത്തി മാത്രമല്ലാതെ അതിലും മുന്നേറുവാൻ ദൈവം But ആഗ്രഹിക്കുന്നു. he wants to move us to a place without hypocrisy, എന്നാൽ കാപട്യമില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് കർത്താവ് നാം വരുവാൻ where we ആഗ്രഹിക്കുന്നു. are genuinely loving in truth, ആത്മാർത്ഥമായ സത്യത്തിൽ സ്നേഹിക്കുന്നതിനെ കുറിച്ച്, where we are purifying our heart, not only to show love on the outside, but love genuinely flowing from the inside. നമ്മുടെ ദേഹി നിർമ്മലീകരിക്കപ്പെട്ട് ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് അത് കാപട്യം നിറഞ്ഞ രീതിയിലല്ല, എന്നാൽ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം നമ്മിൽ നിന്ന് ഒഴുകുവാൻ തക്കവണ്ണം, In obedience to the truth, we are loving. അത് സത്യത്തെ അനുസരിച്ചുകൊണ്ട് In സ്നേഹിക്കുവാൻ, hearing the truth, we're saying, "God, I want to love." നാം ഈ സത്യത്തെ കേൾക്കുമ്പോൾ അത് നാം പറയാൻ ഇടവരട്ടെ, കർത്താവേ, എനിക്ക് സ്നേഹിക്കണം. Today the Lord wants you to walk in a sincere love by purifying your heart. നിർവ്യാജമായിട്ടുള്ള സ്നേഹത്തിൽ നടന്നുകൊണ്ട്, ആത്മാവിന്റെ ഒരു നിർമ്മലീകരണം നടന്നുകൊണ്ട് ദൈവം നിങ്ങളെ ആക്കുവാൻ The ആഗ്രഹിക്കുന്നു. Holy Spirit is right now working in your heart. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നു.
പ്രവർത്തിക്കുന്നു. He's saying, I want to purify your heart into a genuine love. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച യഥാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങളിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. Oh, welcome the Holy Spirit right now. പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ Let him work in your heart in truth. നിങ്ങളുടെ ഹൃദയത്തിൽ സത്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. So that he can make you love in truth by caring for the church. സത്യമായി സ്നേഹിച്ചുകൊണ്ട് സഭയെ പരിപാലിക്കുവാനായിട്ട് കരുതുവാനായിട്ടെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. Genuinely loving the brethren. ആത്മാർത്ഥമായി സഹോദരന്മാരെ സ്നേഹിക്കുവാനായി. Genuinely serving the body of Christ. ആത്മാർത്ഥമായി ക്രിസ്തുവിന്റെ സഭയെ സ്നേഹിക്കുവാനായി. And may he cause you to love in truth. അങ്ങനെ സത്യത്തിൽ സ്നേഹിക്കുവാൻ ദൈവം ഇടവരുത്തട്ടെ. By standing with the people that are going and loving the lost. ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തെ പോയി സ്നേഹിക്കുന്നവരുടെ കൂട്ടുവേലക്കാരായിരിക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. Father, I pray that we will love the body of Christ. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ ശരീരത്തെ സ്നേഹിക്കുവാൻ ഞങ്ങൾ ചോദിക്കുന്നു. And we will love the lost. ഞങ്ങൾ നഷ്ടമാകുന്നവരെ സ്നേഹിക്കും. And we will give to the Lord's work. കർത്താവിൻ്റെതായിട്ടുള്ള വേലയ്ക്കായി ഞങ്ങൾ നൽകും. And we will put our money where our mouth is, Lord. ഞങ്ങൾ പറയുന്നതിൽ തന്നെ ഞങ്ങളുടെ കാശ് ഞങ്ങൾ നിക്ഷേപിക്കും. But beyond all of that, എന്നാൽ എല്ലാറ്റിനുപരിയായി transform our heart. ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റണം. That we will love not only in deed, ഞങ്ങൾ പ്രവൃത്തികളിൽ മാത്രമല്ല, not only in words, വാക്കുകളിൽ മാത്രമല്ല, but we will love in truth. എന്നാൽ സത്യത്തിൽ ഞങ്ങൾ സ്നേഹിക്കും. Without hypocrisy, കാപട്യമില്ലാതെ, with all our heart. ഞങ്ങളുടെ ഹൃദയം മുഴുവൻ നിന്നുകൊണ്ട് In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Amen. ആമേൻ, ആമേൻ.